നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാന്നാർ കൊലപാതകം അന്വേഷണത്തിന് 21-അംഗ പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവും കേസിലെ 1-ാം പ്രതിയുമായ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 3 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ദേശവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. കോളേജുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായി. വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി. കായംകുളത്ത് 40 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. മിനി ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് പിടികൂടിയത്. പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ കയറ്റിറക്ക് തൊഴിലാളികൾ സമരത്തിൽ. 350 ടൺ ഉൽപ്പാദനശേഷിയുള്ള ഫാക്ടറി ഇന്ന് 50 ടൺ പോലും കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കയറ്റിറക്ക് പരിമിതമായതോടെ 115ഓളം തൊഴിലാളികൾ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. മാന്നാറിൽ നാടിനെ നടുക്കിയ കൊലപാതകം. അന്വേഷണത്തിന് 21 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കേസിലെ 1-ാം പ്രതിയും കലയുടെ ഭർത്താവുമായ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. മറ്റ് 3 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ. ഇവർ അനിലിൻ്റെ ബന്ധുക്കളാണ്. മാന്നാറിലെ കലാകൊലപാതക കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം 21-അംഗ സംഘമാണ് രൂപീകരിച്ചത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു. മാന്നാർ, അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട്. കേസിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിനാണ് പോലീസിന്റെ നീക്കം. കസ്റ്റഡിയിൽ വാങ്ങിയ 3 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും. കലയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അറസ്റ്റിലായ 3 പ്രതികളുടെയും 6 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. കലയുടെ ഭർത്താവ് അനിലിനെ കൂട്ടി കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൊലപാതകം എങ്ങനെ നടന്നുവെന്ന് വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കൂ. അനിലിനെ ഇസ്രായേലിൽ നിന്നും നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട്. കേസിൽ 4 പ്രതികളാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഭർത്താവ് അനിലാണ് 1-ാം പ്രതി. അനിലിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ. ഇവർ 4 പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയെ 15 വർഷം മുമ്പ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയതാണെന്ന് പോലീസ് FIRൽ പറയുന്നുണ്ട്. കലയെ കൊലപ്പെടുത്തിയതിൽ കൂടുതൽ പ്രതികൾക്ക് പങ്കുണ്ടോ എന്നും ആയുധം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മൃതദേഹം കൊണ്ടുപോയ വാഹനം കണ്ടെത്താൻ ശ്രമവും തുടരുകയാണ്. കൊലപാതകം നടന്ന ദിവസം അനിലും കലയും മാത്രമാണ് കാറിൽ സഞ്ചരിച്ചതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. കലയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറവ് ചെയ്യാനായി മറ്റുള്ളവരെ അനിൽ വിളിച്ചു വരുത്തിയതാണോ എന്നാണ് സംശയം. 1-ാം പ്രതി അനിലിൻ്റെ പിതാവ് തങ്കച്ചൻ, മാതാവ് മണിയമ്മ, അനിലിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ശുഭ എന്നിവരെ മാന്നാർ പോലീസ് 1 മണിക്കൂറോളം ചോദ്യം ചെയ്തു. അനിലിൻ്റെ വീട്ടിൽ അടച്ചിട്ട മുറിയിലായിരുന്നു പോലീസ് വിവരങ്ങൾ തേടിയത്. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. ദേശീയപാത നിർമ്മാണത്തിനൊപ്പം ബദൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അരൂർ തുറവൂർ ഉയരപാതയുടെ നിർമ്മാണം നടക്കുന്നതിനിടെയുള്ള യാത്രാ ദുരിതം പരിഹരിക്കാത്തത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നാഷണൽ ഹൈവേ അതോറിറ്റിയെയും കളക്ടറെയും രൂക്ഷമായി വിമർശിച്ചു. ബദൽ സൗകര്യം ഒരുക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചാൽ ഏത് കരാറുകാരനാണ് ലംഘിക്കാൻ ധൈര്യപ്പെടുന്നത്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനായ കളക്ടർ എന്തുകൊണ്ടാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാത്തതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാഞ്ഞു. കോടതി ഇടപെട്ടതിന് ശേഷമാണ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. മരണമുണ്ടാകാത്തതിനാൽ ആരും ഗൗനിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. അരൂർ തുറവൂർ മേഖലയിലെ യാത്രാ ദുരിതം അമിക്കസ് ക്യൂരിയാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സ്ഥലം സന്ദർശിക്കാൻ അമിക്കസ് ക്യൂരിക്ക് കോടതി നിർദ്ദേശം നൽകി. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി സ്വീകരിക്കുന്ന നടപടികൾ നേരിൽ കണ്ട റിപ്പോർട്ട് നൽകണം. ടൈനോസ് ചേർത്തല. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും 7.5 കോടി രൂപ തട്ടിയെടുത്ത കേസ് വിദേശ മലയാളിക്കും പങ്കെന്ന സൂചന. അന്വേഷണം തുടരും. ഓൺലൈൻ വ്യാപാരത്തിലൂടെ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും കോടികൾ തട്ടിയ സംഭവത്തിൽ വിദേശ മലയാളികൾക്കും പങ്കുണ്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത 3 പേരെയും റിമാൻഡ് ചെയ്തു. ദുബായിലുള്ള വയനാട് മാനന്തവാടി സ്വദേശി റഹീമിനും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന പിടിയിലായവരുടെ മൊഴിയിൽ നിന്നും കണ്ടെത്താനായതോടെ വിദേശ മലയാളിയായ റഹീമിനെതിരെയും പോലീസ് അന്വേഷണം തുടങ്ങി.
കൂടുതൽ അന്വേഷണം നടത്തണമെന്നും പോലീസ് പറയുന്നു. കോഴിക്കോട് ചേരാവൂർ നെല്ലിക്കോട് ഈസ്റ്റ് വാലി അപ്പാർട്ട്മെന്റ് അബ്ദുൾ സമദ്, കോഴിക്കോട് താമരശ്ശേരി പുത്തൂർ ഉള്ളാട്ടുപോയിൽ പ്രവീൺ, കോഴിക്കോട് കൊടുവള്ളി ബസാർ വാർഡിൽ കോടക്കുന്നുമേൽ വീട്ടിൽ മുഹമ്മദ് അനസ് എന്നിവരെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായവർക്ക് തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പരാതിക്കാരിൽ നിന്നും തട്ടിയ തുകയിലെ വിഹിതമായി ഇവരുടെ അക്കൗണ്ടുകളിലേക്കും കൈമാറിയ തുക എത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തവരെ 2, 3, 4 പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ടൈനോസ് ചേർത്തല. കായംകുളത്ത് 40 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. മിനി ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് പിടിച്ചെടുത്തത്. ദേശീയപാതയിൽ കായംകുളം KSRTC സ്റ്റാൻഡിന് സമീപം കഴിഞ്ഞ പുലർച്ചെ നടത്തിയ റെയ്ഡിലാണ് ഇവ പിടിച്ചെടുത്തത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ പാലക്കാട് നെല്ലായി പോട്ടച്ചിറ വെള്ളിക്കാട് തൊടിയിൽ 27 വയസ്സുള്ള ഹംസ, പാലക്കാട് കരിമ്പ കല്ലോലിക്കോട് കല്ലിയോട് വടക്കതിൽ ഷറഫുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവ. HSO സുധീർ, SI രതീഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ടൈനോസ് കായംകുളം. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ദേശവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI, AISF തുടങ്ങിയ ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ് രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം നൽകിയത്. സമരത്തെ തുടർന്ന് ബഹുഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. സമരം ചെയ്ത വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനവും ധർണയും നടത്തി. ചേർത്തല പോളിടെക്നിക് കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചേർത്തല BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൈഭവ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ നടക്കുന്ന നാളെ ഈ രാജ്യത്തിനകത്ത് ഏതെല്ലാം വിദ്യാർത്ഥികൾ ഗവേഷണം നടത്തണമെന്ന് തീരുമാനിക്കുന്ന നെറ്റ് പരീക്ഷ നടക്കുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലഗ്രാം പോലൊരു ആപ്പിലൂടെ ചോരുക എന്ന് പറഞ്ഞാൽ ഈ നാടിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് ഈ പരീക്ഷ നടത്തുന്ന നാഷണൽ ട്രെയിനിങ് അക്കാഡമി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യത്തിനകത്തെ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചുകൊണ്ട് എത്ര നാളത്തെ കഷ്ടപ്പാടാണ്. ചേർത്തല ഏരിയ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം അതുൽ രാധാകൃഷ്ണൻ സംസാരിച്ചു. SFI ചേർത്തല പോളിടെക്നിക് യൂണിറ്റ് സെക്രട്ടറി ദേവൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തലയ്ക്കടുത്ത പള്ളിപ്പുറം തിരുനെല്ലൂരിൽ വാഹനാപകടം. ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. ആറന്മുള സ്വദേശിയായ 23 വയസ്സുള്ള ജസ്റ്റിനാണ് മരിച്ചത്. ബൈക്കിലിടിച്ച വാഹനം നിർത്താതെ പോയി. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ പള്ളിപ്പുറം NSS കോളേജ് കവലയ്ക്ക് വടക്കുവശത്തായിരുന്നു അപകടം. ആറന്മുള കടക്കിലേത്ത് മണ്ണിൽ സെബാസ്റ്റ്യൻ ഫിലിപ്പിൻ്റെ മകൻ 23 വയസ്സുള്ള ജസ്റ്റിൻ ഫിലിപ്പാണ് മരിച്ചത്. ജസ്റ്റിൻ സഞ്ചരിച്ച ബൈക്കിൽ ഏതോ വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഗുരുതരമായി പരിക്കേറ്റ ജസ്റ്റിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അപ്പോളോ ആശുപത്രിയിലെ ഫാർമസിസ്റ്റായ ജസ്റ്റിൻ ജോലി കഴിഞ്ഞ് ബൈക്കിൽ അരൂക്കുറ്റി വഴി ആറന്മുളയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഇടിച്ച വാഹനം കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. തെരേസ മാതാവും ഓസ്റ്റിൻ സഹോദരനുമാണ്. സംസ്കാരം വെള്ളിയാഴ്ച. എറണാകുളം ആസ്ഥാനമായ ഋഷിറാം ചിട്ടി ഫണ്ട് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപണം. ചേർത്തല ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലെ ശാഖകൾക്ക് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനത്തിൻ്റെ മാരാരിക്കുളം, അർത്തുങ്കൽ, ചേർത്തല, അയ്യപ്പഞ്ചേരി, ആലപ്പുഴ ശാഖകളിൽ തട്ടിപ്പ് നടന്നെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് 70ഓളം പേർ ഒപ്പിട്ട പരാതി കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ചേർത്തല DYSPക്കും നൽകിയിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ടവർ ചേർന്ന് രൂപം നൽകിയ കർമ്മസമിതി ചിട്ടി സ്ഥാപനത്തിൻ്റെ വിവിധ ശാഖകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപത്തുള്ള ശാഖയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സ്ഥാപനത്തിലെ ജീവനക്കാരും കബളിപ്പിക്കപ്പെട്ടതായി കർമ്മസമിതി നേതാക്കൾ പറഞ്ഞു. ക്രിമിനൽ കുറ്റമാണ്, അതായത് ചീറ്റിംഗ് ആണ്. പാവപ്പെട്ട ജനങ്ങളുടെ പൈസ പറ്റിച്ചിട്ട് ഒരു സ്ത്രീ ഇത്രയും സുഖലോൽപിയായിട്ട് ജീവിക്കുകയും അതിൽ മറ്റുള്ള പാവപ്പെട്ടവരുടെ പണം 35,000, 45,000, 25,000 ലക്ഷം, അങ്ങനെ 10 ലക്ഷം, 12 ലക്ഷം രൂപ വരെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ത്രീയെ ഇത്രയും
സ്വൈര്യമായിട്ട് വിഹരിക്കാൻ വിടുക എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവർ നിയമവശം നോക്കുകയാണ്. എന്നാൽ പാവങ്ങളുടെ പൈസ വാങ്ങിച്ച് അനുഭവിച്ചതിന് ശേഷം ഇതിന് ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടി അധികാരികൾ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല? കൂടുതൽ സമരപരിപാടികളുമായിട്ട്, കൂടുതൽ പ്രതിഷേധവുമായിട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് വരെ ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ്. ഈ കാണുന്ന ജനക്കൂട്ടമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ജനങ്ങൾ ഞങ്ങളുടെ പിന്നിലുണ്ട്, ആക്ഷൻ കൗൺസിലിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് പോലീസ് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടെ കൽത്തുറങ്ങളടക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസ വാങ്ങിച്ച് കൊടുക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുക. അല്ലാത്ത പക്ഷം ഈ സമരം ആളിപ്പടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടും ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് കർമ്മസമിതി ആരോപിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എതിരെ ഭീഷണി ആണ്, കൊട്ടേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഹോൾഡാണ് ഈ പറയുന്ന വ്യക്തിക്ക്, രജനി രാജീവ് മേനോൻ എന്ന് പറയുന്ന വ്യക്തി. മാരാരിക്കുളത്താണ് താമസിക്കുന്നത്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവരെക്കുറിച്ച് നന്നായി അറിയാം. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ചെയർമാൻ എസ് രാജേഷ്, കൺവീനർ കെ വി ശിവദാസൻ, വൈസ് ചെയർമാൻ സൈനു സിംസൺ, ജോയിന്റ് കൺവീനർ എസ് ഷിതാമോൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകുന്നു. ടൈം ന്യൂസ്, ചേർത്തല. പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ വളർത്തു പക്ഷികളുടെ മുട്ട, ഇറച്ചി എന്നിവയുടെ നിരോധനം ജൂലൈ 13 വരെ നീട്ടിയതായി ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചു. ചേർത്തല നഗരസഭ പരിധിയിലും സമീപത്തുള്ള 9ഓളം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുമാണ് നിരോധനം. കള്ളിങ് പൂർത്തിയായ സ്ഥലങ്ങളിൽ 3 മാസം വരെ പക്ഷികളെ വളർത്തുന്നതും നിരോധിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ചേന്നംപള്ളിപ്പുറം പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന സർവലൻസ് സോണിൽ ഉൾപ്പെടുന്ന ചേർത്തല തെക്ക, തണ്ണീർമുഖം, ചേർത്തല നഗരസഭ, പട്ടണക്കാട്, വയലാർ, ചേന്നംപള്ളിപ്പുറം, കടക്കരപ്പള്ളി, തുറവൂർ, തൈക്കാട്ടുശ്ശേരി, കുത്തിയതോട് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം, വളം, ഫ്രോസൺ മീറ്റ് എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ജൂലൈ 13 വരെ ജില്ലാ കളക്ടർ നിരോധിച്ചു. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇൻഫെക്റ്റഡ് സോണിൽ കള്ളിങ് പൂർത്തിയായി 3 മാസത്തേക്ക് പക്ഷികളെ വളർത്തുന്നതും നിരോധിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ തൊഴിലാളികൾ സമരത്തിൽ. 350 ടൺ ഉൽപ്പാദന ശേഷിയുള്ള ഫാക്ടറിയിൽ ഇന്ന് 50 ടൺ പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല. 115ഓളം കയറ്റിറക്ക് തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിൽ. പട്ടണക്കാട് മിൽമ ഫാക്ടറി കയറ്റിയിറക്ക് തൊഴിലാളികൾ സമരത്തിൽ. ഫാക്ടറി മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരെയാണ് സമരം നടക്കുന്നത്. മിൽമ ഫാക്ടറി അടച്ചുപൂട്ടുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇന്ന് 4ാം ദിവസമാണ് സമരം തുടരുന്നത്. സ്വകാര്യ കാലിത്തീറ്റ കമ്പനികളുടെ അടക്കം സഹായിക്കുന്നതിന് വേണ്ടിയാണ് മാനേജ്മെന്റ് ഈ നിലപാടെടുക്കുന്നതെന്ന് നമുക്ക് ഈ അവസരത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് പറയാൻ കാര്യം, 1 വർഷക്കാലമായിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു അനക്കവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭാഗികമായ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് വന്നത്. ഇത് വലിയ സമരത്തിലേക്ക് മാറാൻ പോവുകയാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഇവിടുത്തെ 6 ട്രേഡ് യൂണിയനാണ് ഇപ്പൊ ഇവിടെ നിലവിലുള്ളത്. മേജർ യൂണിയൻ അടക്കമുള്ള മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗേറ്റിന്റെ വാതിക്കെ വലിയ സമരത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ മാത്രമാണ് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സമരത്തിന്റെ ആരംഭം എന്ന രീതിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ജോലിക്ക് കയറുന്നത്. ഫാക്ടറിയുടെ പ്രവർത്തനത്തെ ബാധിക്കാതെ രാവിലെ 9 മുതൽ 10:30 വരെയാണ് സമരം നടക്കുന്നത്. 350 ടൺ ഉൽപാദന ശേഷിയുള്ള ഫാക്ടറി ഉൽപാദനം ഇന്ന് ഗണ്യമായി കുറച്ചു. ക്ഷീര കർഷകർക്കിടയിൽ വൻ ഡിമാൻഡായിരുന്ന മിൽമ കാലിത്തീറ്റയുടെ ഗുണനിലവാരത്തിൽ കാര്യമായ മാറ്റമുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. കൂടാതെ കാലിത്തീറ്റ കൃത്യമായി ക്ഷീര സൊസൈറ്റികളിൽ എത്തിക്കാൻ മാനേജ്മെന്റിന് സാധിക്കുന്നില്ല. കാലിത്തീറ്റയുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുക, അതിനായി കമ്പനിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആധുനിക മെഷീനുകൾ പ്രവർത്തിപ്പിക്കുക എന്നിവയാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. 115 കയറ്റിയിറക്ക് തൊഴിലാളികളാണ് ഇവിടെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്നത്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ വന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ട്രേഡ് യൂണിയൻ നേതാക്കളെയെല്ലാം ഉൾപ്പെടുത്തി സമരം കൂടുതൽ ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. പട്ടക്കാട് മിൽമ ഫാക്ടറിയിൽ നിന്നും പ്രസാദ് കൃഷ്ണകുട്ടി, ടൈം ന്യൂസ്. മുഹമ്മ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ദീർഘനാൾ പ്രവർത്തിച്ച CPM നേതാവായിരുന്ന CK ഭാസ്കരന് സ്മരണാഞ്ജലി. മുഹമ്മയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റായും പഞ്ചായത്ത് അംഗമായും 2 പതിറ്റാണ്ടുകാലം പ്രവർത്തിച്ച മുഹമ്മയിലെ CPM നേതാവ് CK ഭാസ്കരന് ഓർമ്മപ്പൂക്കൾ.
മുഹമ്മ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്വീകാര്യമായ ഫോർമുല കണ്ടെത്തി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ സി.കെ കഴിഞ്ഞിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോഴും ഒക്കെ തന്നെ സി.കെയെ സമീപിക്കുന്ന ഏതൊരാളും ഏത് പ്രശ്നവുമായി സമീപിച്ചാലും അദ്ദേഹം ഒരു സംതൃപ്തിയോടുകൂടിയേ മടങ്ങിപ്പോകുകയുള്ളൂ. ആര്യക്കര SN ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷയായി. കോട്ടയം കമ്മ്യൂണിറ്റി മെഡിസിൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാലത്ത് നിങ്ങൾക്ക് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രിയകരമായ നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എടുക്കുക? നമ്മൾ പലരും അതിൽ അടിപ്പെട്ടു പോകുന്നു, ജീവിതത്തെ തന്നെ പഴിക്കുന്നു. എന്നാൽ C.K. ഭാസ്കരൻ സാറിനെ പോലെയുള്ള മനുഷ്യർ തങ്ങളുടെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിലേക്ക് നോക്കുവാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു. തനിക്കും തൻ്റെ ചുറ്റുമുള്ളവരുടെയും ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളുകയും അതിൻ്റെ ഒരു വെളിച്ചത്തിൽ എന്ത് ചെയ്യാൻ, എങ്ങനെ ആ അനുഭവങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ്. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MS ലത, സിന്ധു രാജീവ്, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M ചന്ദ്ര, CD വിശ്വനാഥൻ, PN നസീമ, G സതീഷ്, KS ദാമോദരൻ, CK സുരേന്ദ്രൻ, KD അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി സ്വാഗതവും CDS ചെയർപേഴ്സൺ സേതുഭായ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് മുഹമ്മ. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. ജൂലൈ 8, 9 തീയതികളിൽ കടകൾ അടച്ച പ്രതിഷേധ സമരം നടത്തും. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഷ്കരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, കോടതി വിധി നടപ്പിലാക്കി കിറ്റ് വിതരണത്തിലെ കമ്മീഷൻ ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിന് സജ്ജമാകുന്നത്. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരത്തിൻ്റെ വിളംബര ജാഥയും കൂട്ടധർണയും നടത്തി. പ്രകടനത്തിന് ശേഷം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന സമ്മേളനം കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൈക്കൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. 6 വർഷക്കാലം നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തലത്തിൽ മെമ്മോറാണ്ടങ്ങളും മറ്റും കൊടുത്തെങ്കിലും ഇന്ന് വരെ നമ്മുടെ നേതാക്കന്മാരെ വിളിച്ച് ചർച്ചകൾ നടത്തുകയോ ആ ചർച്ചകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാനോ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. ഇന്ന് റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്കായിരിക്കുകയാണ്. 14,300ഓളം വരുന്ന റേഷൻ വ്യാപാരികളാണ് 8, 9 തീയതികളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കടകൾ മുഴുവൻ അടച്ചിട്ടുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ 48 മണിക്കൂർ ഉപവാസം നടത്തുന്നത്. കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ട്രഷറർ CB ഷാജികുമാർ അധ്യക്ഷനായി. ജൂലൈ 8, 9 തീയതികളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജൂലൈ 8, 9 തീയതികളിൽ റേഷൻ കടകൾ അടച്ചിടും. ഇതിനു മുന്നോടിയായിട്ടാണ് ധർണ സമരം നടത്തിയത്. സമരസമിതി നേതാക്കളായ PG ബേബിക്കുട്ടൻ, EV തിലകൻ, V രാഹുലേയൻ, C സലിമോൻ, പ്രമോദ് ചന്ദ്രൻ, VT ജയചന്ദ്രൻ, ഷൈൻ, രാജുമോൻ, അജിത് കുമാർ, പ്രസാദ്, N രാജീവ്, അജി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കേരള കർഷക സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴി കർഷകരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പക്ഷിപ്പനി വ്യാപകമായ പള്ളിപ്പുറം പഞ്ചായത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കർഷക സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴി, താറാവ്, കാട കർഷകരുടെ സംയുക്ത കൺവെൻഷൻ നടന്നു. പള്ളിപ്പുറം ഒറ്റപ്പുന്നയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കർഷക സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി C ശ്രീകുമാർ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ കൃഷിക്കാർക്കുള്ള നഷ്ടപരിഹാരം ലഭിക്കത്തക്ക വിധത്തിലുള്ള ശക്തമായ ഇടപെടൽ കേരള കർഷക സംഘം എന്നുള്ള നിലയിൽ അക്കാര്യത്തിലുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിൽ താറാവ് കൃഷിക്കാർക്കുണ്ടായ മുഴുവൻ നഷ്ടപരിഹാരം നമ്മൾ കൊടുത്തതാണ്. മുഴുവൻ കൊടുപ്പിച്ചു. ഒരാൾക്ക് പോലും കിട്ടാതിരുന്നില്ല. ഞാൻ ചില മാൽ പ്രാക്ടീസ് ഒക്കെ വന്നപ്പോൾ അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അത് കൊടുത്തു. ഇത്തവണയും അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള വന്നിട്ടുള്ള വലിയ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിനാവും. പക്ഷെ എന്ത് ബാധ്യതയുണ്ടെങ്കിലും തീർച്ചയായിട്ടും കൃഷിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്.
ഏരിയ പ്രസിഡന്റ് TR മുകുന്ദൻ നായർ അധ്യക്ഷത വഹിച്ചു. B. വിനോദ്, B. ശ്രീലത, TS സുധീഷ്, ബെന്നി ജോൺ, D. ബാബു, PS രത്നാകരൻ, N. രാംദാസ്, D. സുരേഷ് ബാബു, ഉസൈബ BV, PR റോയ്, KP ഉദയഭാനു എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി PR ഹരിക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി വ്യാപകമായ പശ്ചാത്തലത്തിലാണ് കോഴി, താറാവ്, കാട കർഷകരുടെ സംയുക്ത കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. ടൈം ന്യൂസ്, ചേർത്തല. സർപ്പസങ്കേതത്തിൽ മയിലാട്ടം. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ദൃശ്യചാരുത. കാഴ്ചക്കാർക്ക് അത് വിസ്മയ കാഴ്ചയായി കാണാം. സർപ്പസങ്കേതത്തിൽ മയിലാട്ടം. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ദൃശ്യവിരുന്ന. ചേർത്തല നഗരസഭ 1-ാം വാർഡ് ഒറ്റപ്പുന്ന പുതിയടത്ത് അരവിന്ദൻ്റെ കുടുംബക്ഷേത്ര സർപ്പസങ്കേതത്തിലാണ് നീലമയിൽ പീലി വിടർത്തിയാടിയത്. ജൂലൈ 2 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് മയിലാട്ടം അരങ്ങേറിയത്. എവിടെ നിന്നോ എത്തിയ മയിൽ ഉയരം കുറഞ്ഞ ചുറ്റുമതിലുള്ള സർപ്പസങ്കേതത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിറഞ്ഞാടി. ദൃശ്യമനോഹരമായ കാഴ്ച. 1 മണിക്കൂറിലേറെ ഇവിടെ വിശ്രമിച്ച ശേഷമാണ് നീലമയിൽ പറന്നകന്നത്. ചേർത്തലയിൽ മയിലുകൾ പലപ്പോഴും വാർത്തയായിട്ടുണ്ടെങ്കിലും പീലി വിടർത്തിയുള്ള മയിലാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ അപൂർവമായാണ് ലഭിക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. കർണാടകയിലെ കുഞ്ഞൻ വാഴ കരപ്പുറത്തും കുലച്ചു. മുഹമ്മയിൽ 300ഓളം കുഞ്ഞൻ വാഴകൾ കുലച്ചു നിൽക്കുന്നത് കൗതുക കാഴ്ചയാവുന്നു. കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന മഞ്ചേരി നേന്ത്രനാണ് കരപ്പുറത്തെ ചൊരിമണലിൽ വിളഞ്ഞത്. കർണാടകയിലെ കുഞ്ഞൻ വാഴ കരപ്പുറത്തെ ചൊരിമണലിലും കുലച്ചു. രാജ്യത്തെ കുഞ്ഞൻ വാഴയാണ് മഞ്ചേരി നേന്ത്രൻ. മുഹമ്മ വെളിയിൽ കുഞ്ഞുമോൻ്റെ കൃഷിയിടത്തിലാണ് 300ഓളം കുഞ്ഞൻ വാഴകൾ കുലച്ചു നിൽക്കുന്നത്. മുൻപ് മഞ്ചേരിയിൽ വിളഞ്ഞിരുന്നതും ഇപ്പോൾ കർണാടകയിൽ മാത്രം കാണപ്പെടുന്നതുമായ ഉയരം കുറഞ്ഞ വാഴയാണ് മഞ്ചേരി നേന്ത്രൻ. 3 അടി ഉയരമാകുമ്പോൾ തന്നെ കുലയ്ക്കാൻ തുടങ്ങുമെന്നതും 7 മാസത്തിനുള്ളിൽ വിളവെടുക്കാമെന്നതുമാണ് ഈ കുഞ്ഞൻ വാഴയുടെ പ്രത്യേകത. കുട്ടികൾക്ക് വരെ നിലത്ത് നിന്ന് വാഴക്കുല വെട്ടാൻ കഴിയും. സാധാരണ നേന്ത്രക്കുലയുടെ അത്ര വലിപ്പം വരില്ലെങ്കിലും വിളവെടുക്കാൻ 7 മാസം മതി എന്നത് നേട്ടമാണ്. നേന്ത്രവാഴ വിളവെടുക്കാൻ 1 വർഷം വേണ്ടപ്പോഴാണ് 7 മാസം കൊണ്ട് മഞ്ചേരി നേന്ത്രൻ പാകമാവുന്നത്. ഒരു പരീക്ഷണം എന്ന നിലയിലാണ് കുഞ്ഞൻ വാഴയുടെ വിത്ത് കർണാടകയിൽ നിന്ന് വരുത്തിയതെന്ന് കുഞ്ഞുമോൻ പറയുന്നു. അപ്പോൾ ഇത് മഞ്ചേരിക്കുള്ളൻ വാഴ. പിന്നെ ഇതിപ്പോൾ കൃഷി ചെയ്യുന്നത് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് കർണാടകയിലാണ്. അപ്പോൾ നമ്മൾ വിത്ത് കളക്ട് ചെയ്ത് കർണാടകയിൽ നിന്നാണ്. വിത്ത് പിന്നെ ഒരു 6-7 മാസം കൊണ്ട് കുലച്ച് പിന്നെ 10 മാസത്തോടുകൂടി എല്ലാ വാഴയും കുലച്ച് കറക്റ്റായി നമുക്ക് പിന്നെ പാകത്തിനായി കിട്ടും. മാക്സിമം 10 കിലോയാണ് അവർ പറയണത്. പിന്നെ നമ്മളെ സഹായിക്കുന്നത് കൃഷിഭവനും അതുപോലെ തന്നെ മുഹമ്മദ് കൃഷിഭവൻ അതുപോലെ തന്നെ ആത്മ എന്ന് പറയുന്ന കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ള സംഘടനയാണ് നമ്മളെ സഹായിക്കുന്നത്. തോന്നുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യമായിട്ട് ഈ ആലപ്പുഴ ജില്ല നമ്മുടെ കയ്യിൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ചോദിച്ചു വരുന്നുണ്ട്. വിത്തിന് ആവശ്യക്കാരേറെയാണ്. അതുപോലെ തന്നെ ആത്മ വിത്തുകൾ കളക്ട് ചെയ്യാം എന്നാണ് അവർ പറയണത്. അപ്പം പരമാവധി ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും കൊണ്ട് ഈ വാഴ കൃഷി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കൃഷി വിജയമായതോടെ ഉത്സാഹം വർദ്ധിച്ചു. മുഹമ്മ കൃഷിഭവനും ആത്മയും കുഞ്ഞുമോന് പ്രോത്സാഹനം നൽകുന്നു. 3 അടി ഉയരമുള്ള 300ഓളം കുഞ്ഞൻ വാഴകൾ കുലച്ചു നിൽക്കുന്നത് കരപ്പുറത്തുകാർക്ക് വേറിട്ട കാഴ്ചയാണ്. ടൈം ന്യൂസ്, ചേർത്തല. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി സുമേഷ് ചെറുവാരണവും സെക്രട്ടറിയായി വിനോദ് മായ്ത്രയുമാണ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് ചുമതലയേറ്റത്. Now, President Rotin N. Anush will adorn the new President Rotin Sumesh Cheruvarnam with the presidential collar, the insignia of the office of the President. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തലയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം, സെക്രട്ടറി വിനോദ് മായ്ത്ര എന്നിവർ ചുമതലയേറ്റു. പരിസ്ഥിതി സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകി അടിസ്ഥാന തലത്തിൽ സഹായം ആവശ്യമുള്ള ജനവിഭാഗങ്ങൾക്ക് തണലാകുന്ന 13 പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയാണ് 1 വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൂടാതെ മിയോവാക്കി വനമൊരുക്കൽ, ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ വെൽനസ് വർക്ക്ഷോപ്പ്, 1000 പേർക്ക് നൈപുണ്യ വികസന പരിശീലനം, ഭിന്നശേഷിക്കാർക്ക് വരുമാനമാർഗം, 6 ലക്ഷം വീതം മുടക്കി നിർധനരായവർക്ക് 5 വീടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ LPGയിലേക്ക് മാറ്റുക തുടങ്ങിയ പദ്ധതികളും ഈ വർഷം നടപ്പിലാക്കും. സമ്മേളനത്തിൽ ജില്ലാ ഗവർണർ കൃഷ്ണൻജി നായർ മുഖ്യാതിഥിയായി.
റോട്ടറി മുൻ ഗവർണർ ബി ബാബുമോൻ, നിയുക്ത പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം, സെക്രട്ടറി വിനോദ് മായത്ര, ഖജാൻജി ബിനു ജോൺ, CK സുരേഷ് ബാബു, റോട്ടറി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ശൈലമ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല തെക്ക് NSS കരയോഗം പുതുതായി നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ ജൂലൈ 7-ന് ഉദ്ഘാടനം ചെയ്യും. ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് എയർ കണ്ടീഷൻ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചിട്ടുള്ളതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതുതായി പണികഴിപ്പിച്ച സുഹൃതം എന്ന് പറയുന്ന AC കൺവെൻഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനം 7/7 ഞായറാഴ്ച, ഈ ഞായറാഴ്ച NSSൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ ശശികുമാർ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ യോഗത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി, ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമ്മേളനത്തിൽ കരയോഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി സംഭാവനകളും ഒക്കെ നൽകിയ ആദരണീയനായ പാണാശ്ശേരി ഭാസ്കർ പണിക്കരുടെ ഒരു ചിത്രം അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വിപുലമായ ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 11,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കൺവെൻഷൻ സെൻ്ററാണ്. മനോഹരമായ സദ്യാലയം, 300 പേർക്ക് ഇരിക്കാവുന്ന സദ്യാലയം, അതുപോലെ നല്ല AC റൂമുകൾ, ഇതൊക്കെ ഉൾപ്പെടെയുള്ള വളരെ സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഈ 7-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത്. ചേർത്തല തെക്ക് 786 നമ്പർ NSS കരയോഗത്തിന്റെ സുഹൃതം AC കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം 7-ാം തീയതി ഞായറാഴ്ച നടക്കും. നായർ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിക്കും. NSS താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ, S ജയകൃഷ്ണൻ തുടങ്ങിയവരും, ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ, ചേർത്തല തെക്ക് 11-ാം വാർഡ് മെമ്പർ C റോയ്മോൻ, അരിപ്പറമ്പ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ലൂക്ക് പുത്തൻപറമ്പിൽ, SCB 1344 പ്രസിഡന്റ് ദുർഗാദാസ് ജി, വാർനാട് ദേവസ്വം പ്രസിഡന്റ് വെള്ളിയാവളം പരമേശ്വരൻ, NSS വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അനിൽകുമാർ എന്നിവർ പങ്കെടുക്കും. NSS വനിതാ സമാജം പ്രസിഡന്റ് VA സേതുലക്ഷ്മി കൃതജ്ഞതയും സെക്രട്ടറി P രാധാകൃഷ്ണൻ സ്വാഗതവും പറയും. യോഗം പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ, സെക്രട്ടറി P രാധാകൃഷ്ണൻ, ട്രഷറർ DN ഹരിദാസ്, കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണ മേനോൻ, ഗോപി, മോഹനൻ നായർ തുടങ്ങിയവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ലയൺസ് ക്ലബ്ബ് ഓഫ് ചേർത്തല കൊയർലാൻഡിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും ജൂലൈ 7-ന് നടക്കും. ഇക്കൊല്ലം വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ചേർത്തല കൊയർലാൻഡ് 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടനവും 2024 ജൂലൈ 7 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ലയൺ VS ജയേഷ് PMJFൻ്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റലേഷൻ സെറമണിയും പുതിയ ഭാരവാഹികളുടെ സ്ഥാനമേൽക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. പുതിയ പ്രസിഡൻ്റായിട്ട് തോമസ് കാളാരനും, സെക്രട്ടറിയായിട്ട് ലയൺ TP ഹരിദാസും, ട്രഷററായിട്ട് ലയൺ മെജോ ഫ്രാൻസിസുമാണ്. അന്നേ ദിവസം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചില പ്രൊജക്റ്റുകൾ ഞങ്ങളിവിടെ പറയുകയാണ്. ഒന്നാമത്തത്, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി മൈ സിറ്റി മൈ പ്രൈഡ് എന്ന ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലായി 10 പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകൾ സ്ഥാപിക്കുകയാണ്. ഇത് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചെലവ് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചേർത്തല കോക്കോതകലം സെൻറ് ആൻറ്റണീസ് ഹൈസ്കൂളിലും ചേർത്തല ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നീ സ്ഥലങ്ങളിലുമായിട്ട് 2 പുസ്തക അലമാരകൾ സ്ഥാപിക്കുന്നു. ഒരു അലമാരിയിൽ ഏകദേശം 1000-ൽ പരം ബുക്കുകളാണ് വയ്ക്കുന്നത്. ലയൺസ് ക്ലബ്ബ് ഓഫ് ചേർത്തല കൊയർലാൻഡ് 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും ജൂലൈ 7 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ലയൺ VS രാജേഷ് PMJFൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇൻസ്റ്റലേഷൻ സെറമണിയിൽ പുതിയ ഭാരവാഹികൾ സ്ഥാനമേൽക്കും. പ്രസിഡന്റായി ലയൺ തോമസ് കാളാരനും, സെക്രട്ടറി ലയൺ TP ഹരിദാസ്, ട്രഷറർ ലയൺ മെജോ ഫ്രാൻസിസ് എന്നിവരാണ് സ്ഥാനമേൽക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലായി 10 പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷൻ ബൂത്തുകൾ സ്ഥാപിക്കുന്നു. വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചേർത്തല കൊക്കോതമംഗലം സെന്റ് ആൻഡ് സ്കൂൾ, ചേർത്തല ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ പുസ്തക അലമാരകളും സ്ഥാപിക്കുന്നു. ചേർത്തല ടൗണിലെ ഓട്ടോറിക്ഷകൾക്ക് സൗജന്യമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ലിസ്യു ഭവൻ ഓൾഡ് ഏജ് ഹോം ചാലിപ്പള്ളി, ജീവ ഓട്ടിസം സ്പെഷ്യൽ സ്കൂൾ മാടക്കൽ എന്നിവിടങ്ങളിൽ വാട്ടർ പ്യൂരിഫയർ RO പ്ലാന്റുകളും നൽകുന്നു. ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികളാണ് 2024-25 വർഷത്തിലേക്ക് ലയൺസ് ക്ലബ്ബ് വിഭാവനം ചെയ്തിരിക്കുന്നത്.
ലയൺസ് ക്ലബ് പ്രസിഡന്റ് തോമസ് കാളാരൻ, സെക്രട്ടറി TP ഹരിദാസ്, ട്രഷറർ മെജോ ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് ജോളി ജോസഫ്, ജോയിന്റ് സെക്രട്ടറി ജോഫി കാളാരൻ, മാർക്കറ്റിംഗ് ചെയർമാൻ സുദർശൻ B എന്നിവർ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല നഗരഹൃദയത്തിലെ ദേവീക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് വാഹനമിടിച്ച് തകർന്നിട്ട് 10 ദിവസം തികയുന്നു. ചേർത്തല നഗരഹൃദയം അന്ധകാരത്തിൽ. നടപടി വേണമെന്ന് നാട്ടുകാരും ഡ്രൈവർമാരും. ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിൽ ട്രാഫിക് റൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഹൈമാസ് ലൈറ്റ് ജൂൺ 25 രാത്രി 12 മണിയോടെയാണ് ലോറി ഇടിച്ച് തകർന്നു വീണത്. ഇടിയുടെ ആഘാതത്തിൽ ഹൈമാസ് ലൈറ്റ് റോഡിലേക്ക് മറിഞ്ഞു വീണ് ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. ഫയർഫോഴ്സ് എത്തി ലൈറ്റ് സ്ഥാപിച്ചിരുന്ന പൈപ്പ് മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇടിച്ച ലോറിയുടെ ഉടമ ലൈറ്റ് പുനഃസ്ഥാപിച്ച് തരാമെന്ന് നഗരസഭയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇതേവരെ നടപ്പായിട്ടില്ല. കഴിഞ്ഞ 10 ദിവസമായി ചേർത്തല നഗരഹൃദയം അന്ധകാരത്തിലാണ്. വെളിച്ചമില്ലാത്തത് രാത്രികാലങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ലൈറ്റ് ഒരാഴ്ചയായി പോയിട്ട് ഇതുവരെ കത്തുന്നില്ല. അതിനായിട്ടുള്ള നടപടി ആരും സ്വീകരിക്കുന്നില്ല. അതുപോലെ തന്നെ മൊത്തം ഇരുട്ട് വായിച്ച് കിടക്കുകയാണ് ഇവിടെ. ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വണ്ടി ഇടുന്ന ഞങ്ങൾക്കും രാത്രികാലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. വാഹനങ്ങൾ വരുന്ന ബസ്സൊക്കെ തട്ടുന്നുണ്ട് ലൈറ്റിൻ്റെ. നമ്മുടെ ചേർത്തലയുടെ നഗര ഹൃദയമാണ് ചേർത്തല ദേവീക്ഷേത്രത്തിൻ്റെ വാതിക്കലുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ വാതിക്കൽ തന്നെ ഉള്ള ഒരു ഹൈമാക്സ് ലൈറ്റാണ്. ഏകദേശം ഒരാഴ്ചക്കടുത്തായി ഒരു ലോറി വന്ന് ഇടിച്ചു പോയിട്ട് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പോകുന്ന വാഹനങ്ങൾ ആ ഒരു ലൈറ്റ് കണ്ടിട്ടാണ് ഓരോ ദിക്കിലോട്ടും തിരിഞ്ഞു പോകുന്നത്. എത്രയും പെട്ടെന്ന് ആ ലൈറ്റ് അവിടെ സ്ഥാപിച്ചു നഗരത്തിലോട്ടുള്ള വഴി കാണാവുന്ന രീതിയിലുള്ള ദിശാ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് യാത്ര യോഗ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. സമീപത്തെ ചില സ്ഥാപനങ്ങളിലെ ലൈറ്റാണ് അല്പമെങ്കിലും ആശ്വാസം. വെളിച്ചമില്ലാത്തത് അപകടങ്ങൾക്കും കാരണമാകുന്നു. നഗരത്തിൻ്റെ മർമ്മപ്രധാന കേന്ദ്രം അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്നത് വലിയ ആക്ഷേപത്തിനും വഴിയൊരുക്കുന്നു. അടിയന്തരമായി വെളിച്ചമെത്തിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടൈം ന്യൂസ്, ചേർത്തല. കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ചാലീസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാലീസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും നടന്നു. ഹനുമാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹനുമൽ ചാലീസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ നടന്നു. ഹനുമൽ ചാലീസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ആഞ്ജനേയ ഹോമവും. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം. ഹനുമൽ ചാലീസ ജപയജ്ഞത്തിന് തോട്ടുചിറയിൽ സരള ഭദ്രദീപം കൊളുത്തി. ബ്രഹ്മശ്രീ ഡോക്ടർ BK അശോക് കുമാർ, അരുൺ സുബ്രഹ്മണ്യം, സൂര്യഗായത്രി എന്നിവർ ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റ് MV രാജേന്ദ്രൻ, സെക്രട്ടറി PD ബാഹുലയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, കലവൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മാന്നാർ കൊലപാതകം അന്വേഷണത്തിന് 21 അംഗ പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവും കേസിലെ 1-ാം പ്രതിയുമായ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 3 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ദേശവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. കോളേജുകളുടെയും സ്കൂളുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായി. വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി. കായംകുളത്ത് 40 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. മിനി ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് പിടികൂടിയത്. പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ കയറ്റിറക്ക് തൊഴിലാളികൾ സമരത്തിൽ. 350 ടൺ ഉൽപ്പാദന ശേഷിയുള്ള ഫാക്ടറി ഇന്ന് 50 ടൺ പോലും കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കയറ്റിറക്ക് പരിമിതമായതോടെ 115ഓളം തൊഴിലാളികൾ ദുരിതത്തിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.